ഇന്ത്യയിൽ ആദ്യമായി മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം ക്രിസ്ത്യൻ ദമ്പതികളെ 5 വർഷം തടവ് ശിക്ഷ വിധിച്ച ഉത്തർപ്രദേശ് പ്രത്യേക കോടതി. ചരിത്രത്തിലാദ്യമായി ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചതിന് ഉത്തർപ്രദേശിലെ പ്രത്യേക കോടതി ക്രിസ്ത്യൻ ദമ്പതികൾക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. സാമൂഹികമായി ദരിദ്രരായ ജാതികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ജില്ലയിലെ പ്രത്യേക കോടതിയാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചൻ, ഭാര്യ ഷീജ പാപ്പച്ചൻ എന്നിവർക്കെതിരെ ജനുവരി 22-ന് ശിക്ഷ വിധിച്ചത്. 5 വർഷം തടവും ഓരോരുത്തർക്കും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. സംശയിക്കപ്പെടുന്ന മതപരിവർത്തന ശ്രമത്തിന് ഞങ്ങൾ ഇത്തരമൊരു ശിക്ഷാവിധി നേരിടുന്നത് ഇതാദ്യമായാണ്. രാജ്യത്തെ ക്രിസ്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ക്രിസ്ത്യൻ നേതാവ് AC മൈക്കിൾ പറഞ്ഞു. മതപരിവർത്തനത്തിനുള്ള ശ്രമം നിയമപ്രകാരം അംഗീകൃത കുറ്റകൃത്യമല്ല എന്നും മൈക്കിൾ കൂട്ടിച്ചേർത്തു. മതപരിവർത്തന നിരോധന നിയമം 2021 പ്രകാരമാണ് ദമ്പതികൾക്കെതിരെ കേസെടുത്തത്. 2024-ൽ ഈ നിയമം ഭേദഗതി ചെയ്ത് ചില ലംഘനങ്ങളുടെ കാര്യത്തിൽ ജീവപര്യന്തം തടവ് എന്ന വ്യവസ്ഥ കൂടെ ഉൾപ്പെടുത്തി കൂടുതൽ കഠിനമാക്കിയിരുന്നു. ഭരണകക്ഷിയായ BJP അംഗമായ ചന്ദ്രിക പ്രസാദാണ് 2023 ജനുവരിയിൽ ദമ്പതികൾക്കെതിരെ പരാതി നൽകിയത്. ഗോത്രവർഗവും സാമൂഹികമായി ദരിദ്രവുമായ ദളിത് പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളെ മതപരിവർത്തനം ചെയ്യുന്നുവെന്നാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അലഹബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നതുവരെ ദമ്പതികൾ 8 മാസം ജയിലിൽ കഴിഞ്ഞിരുന്നു. ബൈബിളുകൾ വിതരണം ചെയ്യുകയോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയോ പൊതുജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതിന് തുല്യമല്ലെന്ന് ഹൈക്കോടതി അന്ന് ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. കേസ് കോടതിയിൽ കൊണ്ടുവരാനുള്ള പരാതിക്കാരന്റെ നിയമസാധ്യതയും കോടതി ചോദ്യം ചെയ്തു. 2021-ലെ നിയമമനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനം സംബന്ധിച്ച പരാതി നൽകാവുന്നത് അക്രമത്തിനിരയായ വ്യക്തിക്കോ അവരുടെ രക്തബന്ധുവിനോ മാത്രമാണ്. എന്നാൽ 2024-ൽ ഭേദഗതി വരുത്തിയ നിയമം 3-ാം കക്ഷിക്ക് പരാതിപ്പെടാൻ അവസരമൊരുക്കുന്നു. പാസ്റ്റർമാർ ഉൾപ്പെടെ 70 ക്രിസ്ത്യാനികളെങ്കിലും നിലവിൽ കടുത്ത മതപരിവർത്തന വിരുദ്ധ നിയമത്തിനു കീഴിൽ തടവിലാണെന്ന് UCA ന്യൂസ് അവകാശപ്പെടുന്നു. എന്നാൽ കൃത്യമായ കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും മതപരിവർത്തനത്തിനെതിരെയുള്ള ധാരാളം കേസുകൾ ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് UP-യിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന വിവരം.